നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവൂട്ടി, ഈ സൗപർണ്യം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഹൃദയത്തോട് ചേരുന്ന വിളി ദേവൂട്ടിന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞ അന്ന് ദേവൂട്ടി ഈ വള എന്റെ നേരെ ഊരിയെറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. അതും ആലോചിക്കുക പോലും ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ. അയ്യോ, അതൊന്നും വേണ്ട. കസ്തൂരിയുടെ ഫോൺ കോൾ വന്നപ്പോഴേ അതിനു മുമ്പുള്ള എല്ലാ നീരസങ്ങളും വിഷമങ്ങളും ഒന്നുകൂടെ റദ്ദായി തീർന്നു. ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷനാണ്. നമ്മുടെ കുറവുകളെ അവഗണിച്ച് അളവില്ലാത്ത സ്നേഹം തരുന്ന ഒരാളോടുള്ള ബഹുമാനം, അതായിരുന്നു ആദ്യം. അതിഷ്ടമായി മാറാതിരുന്നത് അതിനുള്ള അർഹത തനിക്കുണ്ടോ എന്ന ചിന്ത കാരണമാണ്. അപ്പോഴും ഇപ്പോഴും വലിയ മോഹങ്ങളൊന്നുമില്ല. ഇതുപോലെ വലിയൊരാളുടെ കൂടെ ജീവിക്കണം എന്നുള്ള അതിമോഹവും ഇല്ല. അതല്ലേ പറഞ്ഞു വന്നത്. എന്നാലേ എനിക്ക് ആ അതിമോഹമുണ്ട്. ഇതുപോലെ വലിയ മനസ്സുള്ള അതിമോഹങ്ങളില്ലാത്ത ഈ സുന്ദരിക്കുട്ടി അന്ത്യകാലം വരെ എനിക്കൊപ്പം ഉണ്ടാവണമെന്നുള്ള അതിമോഹം. ആ മോഹം സഫലമാകാൻ ഇപ്പോ തടസ്സമൊന്നുമില്ലല്ലോ. ഓ, അതെ, പ്രണയം എന്തെന്നറിയാത്ത ഒരു പെൺകുട്ടിയുടെ മനസ്സിലാ നിറയെ പ്രണയമുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്താണെന്നറിയാത്തതുകൊണ്ട് ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ആർക്കും കൊടുക്കാത്ത പ്രണയം മനസ്സിൽ നിറഞ്ഞിരിക്കും. ആ പ്രണയം ഒന്നോടെ തന്നെ ഞാനിങ്ങനെ എടുക്കാൻ പോവാ. തീരുമാനങ്ങൾ വെച്ച് താമസിപ്പിക്കില്ല. വൈകാതെ ഈ പൂക്കാരിയെ ഞാൻ ഈ സംസ്ഥാനം കടത്തിക്കൊണ്ടുപോകും. എന്താ ഇന്ദു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഒരു സന്തോഷമില്ലാത്തതുപോലെ. എന്ത് സന്തോഷം എന്റെ കോമളെ. സന്തോഷിക്കണമെങ്കിലേ ജീവിതത്തില് അതിനുള്ള സാഹചര്യം വേണ്ടേ? വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. അതിനു വേണ്ടി എന്ത് ശ്രമങ്ങൾ നടത്തിയാലും അതൊട്ടും നടക്കുന്നുമില്ല. വല്ലാത്ത നിരാശയില ഞാൻ. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? മോളുടെ കാര്യം തന്നെയാ. മോളെ കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരന്റെ കയ്യിലേൽപ്പിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവസാനം ഒരു ശ്രമം നടത്തിയത് നമ്മൾ ഒരുമിച്ച. ആ ജോൽസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതും പരാജയപ്പെട്ടു. എടി, എനിക്ക് ഈ വസ്തുതരവ് മാത്രമല്ല, കല്യാണം റെഡിയാക്കുന്ന പണിയുണ്ട്. നിന്റെ മോൾക്ക് ഞാനൊരു പയ്യനെ കൊണ്ടുവരാം. എന്താ? ഒരു പയ്യനെ കണ്ടുപിടിക്കാൻ അത്ര വിഷമൊന്നുമില്ല. പക്ഷേ എന്റെ മനസ്സ് ഇപ്പോഴും ആ സന്ദീപിൽ ഉടക്കി കിടക്കുക. അവനാണെങ്കിലോ ആ ദേവൂട്ടിയിൽ ഉടക്കി കിടക്കുക. നാട്ടിൽ പോയിരുന്നവൻ ഇന്നലെ വീണ്ടും മടങ്ങി വന്നു. വന്ന പാടെ തന്നെ ദേവൂട്ടിയും കൊണ്ടേ പോകുന്നു അവൻ സുരേട്ടന് ഉറപ്പ് കൊടുത്തിരിക്കുക. ഒക്കെ കൂടി വിചാരിക്കുമ്പോ എനിക്ക് വലിയ മനപ്രയാസ കോമളെ. ദേവൂട്ടി കൊണ്ടുപോവാതെ
ആ പയ്യനെ നിന്റെ മോൾക്ക് കിട്ടണം. അതല്ലേ ആവശ്യം? എന്റെ ആവശ്യം അതൊക്കെ തന്നെയാ. പറയുമ്പോ ദാന്ന് കഴിഞ്ഞു. പക്ഷെ അത് നടത്തിയെടുക്കുന്ന കാര്യം കുറച്ച് പ്രയാസോ. ഞാനൊരു വഴി പറഞ്ഞാ നിനക്ക് സമ്മതാവോ? സമ്മതം ആവാതിരിക്കാൻ എന്താ വല്ല മോശപ്പെട്ട വഴിയാ? ആ, കുറച്ച് മോശപ്പെട്ട വഴിയാണ്. നിനക്ക് സമ്മതാവോങ്കി ഞാൻ പറയാം. നീ പറ, സമ്മതാവോ ഇല്ലയോന്ന് ഞാൻ കേട്ടിട്ട് പറയാം. ഒരവിഹിതം. കാര്യം ഇത്തിരി നാണക്കേടൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ വിജയിച്ച ഗ്രാൻഡ് ആണ്. നീ തെളിച്ചു പറ, എന്താ ഉദ്ദേശിക്കുന്നേ? അതായത് നിന്റെ മോളും ഈ പറഞ്ഞ പയ്യനും കൂടി അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ ഒരുമിച്ചിരിക്കുന്നു. ഇരിക്കേ കിടക്കേ എന്തായാലും അവര് മാത്രം സ്വകാര്യമായിട്ട് ഒന്നിച്ചുണ്ട്. അത് മറ്റുള്ളവര് ചേർന്ന് കണ്ടുപിടിക്കും. അവര് തമ്മിലെ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നു. മോൾക്ക് അവൻ കാരണം ഉണ്ടായ ചീത്തപ്പേര് മാറാൻ അവൻ അവളെ കല്യാണം കഴിക്കണമെന്ന് ഡിമാൻഡ് വെക്കണം. അത് അംഗീകരിക്കാൻ അവൻ നിർബന്ധിതനാവണം.